വെൽക്കം ബാക്ക്. നമ്മൾ പുതിയ വീഡിയോയിലേക്ക്. കാർഗിൽ വാർ മെമ്മോറിയലിലാണ്. ഇതാണ് കാർഗിൽ വാർ മെമ്മോറിയൽ. അപ്പോൾ കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ അകത്ത് കയറി. ഇതാണ് കാർഗിൽ വാർ മെമ്മോറിയൽ. പേര് പറഞ്ഞില്ല, റഷ്യൻ വിമാനം തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഇത് യുദ്ധത്തിൽ പങ്കെടുത്ത വിമാനമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആർട്ടിലറി ഗണ്ണൊക്കെ ഉണ്ട്. ഇതും യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് റൂൾസ് ഉണ്ട്. ഈ റോഡിലൂടെ നടക്കാൻ പാടുള്ളൂ. പിന്നെ റെഡ് സ്ട്രാപ്പ് ഇട്ട് ബ്ലോക്ക് ചെയ്ത ഭാഗത്ത് ക്രോസ് ചെയ്യാൻ പാടില്ല. അതേപോലെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യണം. ഇത് ഇവിടെ ഒരു ഹട്ട് ഓഫ് റിമെമ്പറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, മ്യൂസിയം. അവിടെ നമുക്ക് കയറാൻ സാധിക്കില്ല. പിന്നെ ഇവിടെ നമ്മുടെ നാഷണൽ ഫ്ലാഗും അതിന് താഴെ തന്നെ ഒരു ഫ്ലെയിം, അതായത് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലെയിമുണ്ട്, ഒരിക്കലും അണയാത്ത അവരോർമ്മക്ക് വേണ്ടിയിട്ട്. ഇവിടെയാണ് ഇവരെ എന്താ പറയുക ഗ്രേവ് ഉള്ളത്. മരിച്ച സോൾജേഴ്സിൻ്റെ ഗ്രേവ് ഇവിടെയാണ്. പക്ഷേ നമുക്ക് അവിടത്തേക്കും പോകാൻ പെർമിഷൻ ഇല്ല. കംപ്ലീറ്റ് റെസ്പെക്റ്റോടെ നടക്കേണ്ട ഒരു ലൊക്കേഷനാണ് ഇവിടെ. പങ്കെടുത്തിരുന്ന അഥവാ യൂസ് ചെയ്ത ഒരു വെപ്പനാണ്. ഇതാണത്. ഒരു ഹെലിപ്പാഡ് എന്ന് കാണുന്നുണ്ട് എഴുതിയിട്ട്. പക്ഷെ അവിടെ വർക്കും കാര്യങ്ങൾ നടക്കുകയാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ ഇവിടെ കാണാൻ. അപ്പോൾ നമ്മൾ ഇനി ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. കാർഗിൽ സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാണുന്ന ആ സംഭവം കണ്ടില്ലേ, അതാണ് ടൈഗർ ഹിൽ. അവിടെയാണ് കാർഗിലിലെ പ്രധാന യുദ്ധം നടന്നിരുന്നത്. അത് നമ്മൾ ഫ്രീ ആക്കിയതിന് ശേഷമാണ് ഈ ഒരു വാറ് ഒഫീഷ്യലി ജയിച്ച ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. അവിടെ നിന്നുള്ള ഫോട്ടോസാണ് നമ്മൾ ഇന്ത്യൻ്റെ ഫ്ലാഗ് വെച്ചിട്ടുള്ള ഫോട്ടോസ്. അവിടെ നിന്നാണ് നമ്മൾ ഭയങ്കര ഫേമസ് ആയ ഫോട്ടോസ് അവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ ആ ഫോട്ടോ ഇവിടെ പുറത്തുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതാണ് ടൈഗർ ഹില്ല്. ഇവിടെ ഒരു ചെറിയ സുവനീർ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കാർഗിൽ വിജയ് ദിവസ്, അതെ കാർഗിലുമായി ബന്ധപ്പെട്ട കുറേ എന്താ പറയുക കളക്ഷൻസൊക്കെ നമുക്ക് മെമ്മറി ആയിട്ട് ഇവിടെ കളക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ നല്ല ഇഡ്ഡലി കഴിച്ചുകൂടാ. മദ്രാസ് റെജിമെൻ്റാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലി കിട്ടി. കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഈ സുവനീർ ഷോപ്പിൽ അവൈലബിളായ ഐറ്റംസാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫേമസ് പിക്ചർ, ഇന്ത്യയുടെ കൊടി പാറിക്കുന്ന ആ പിക്ചർ. കുറേ റൈഡർമാരെ വണ്ടി, അതിനിടയിലൊരു സൈക്കിളിൽ ഇവിടം വരെ ചവിട്ടി വന്നു. പാകിസ്ഥാനിൽ നിന്ന് വരുന്നതാണ്. ഇത്തിരി നേരം കണ്ടത് അതിൻ്റെ കൈ വഴികളാണ് പാകിസ്ഥാൻ വരുന്നത്. ആ മലയുടെ അപ്പുറം അതിൻ്റെ ബോർഡർ വരുന്നത്. സോ ഒഴുകി വരുന്നത് പാകിസ്ഥാനാണ്. അതാണ് സിന്ധു നദി. ഇവിടെ ഇപ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് നദി വരുന്നു. ഒന്ന് ഇവിടുന്ന് വരുന്നുണ്ട്, ഒന്ന് അവിടെ നിന്ന് വരുന്നുണ്ട്. അതിൽ ഇതാണ് പാകിസ്ഥാൻ നിന്ന് വരുന്ന നദി ആണ് യഥാർത്ഥ സിന്ധു നദി. ബാക്കിയിൽ ഇതിൻ്റെ കൈവഴികളാണ്. നമ്മൾ കാർഗിലൊന്ന് നിർത്തിയതാണ്. അപ്പോൾ പെട്രോൾ പമ്പിൽ അടിക്കാൻ പ്ലം ഫ്രൂട്ടിൻ്റെ അതിൻ്റെ ചെട്ടിയാണെന്ന് പഴുത്തിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണിത്, ഭയങ്കര ജ്യൂസിയാണ്. ഇതിലും ഇതേപോലെ കുറേ കായകളൊക്കെ ഉണ്ട്. അത് ഏതാണെന്ന് ഒരു ഐഡിയ ഇല്ല. കണ്ട പച്ചയാണ്. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാർഗിലാണ്. കാർഗിലിൻ്റെ ന്യൂ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ ഇറങ്ങിയപാട് ഒരു പഴം വാങ്ങാൻ പോയതാണ്. അപ്പോൾ കടക്കാട് ചോദിച്ച സ്ഥലത്തിൻ്റെ പേരെന്താണ്? പറഞ്ഞ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ അത് ഒന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞു ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു.
ന്യൂ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയം തോന്നി ബസ് സ്റ്റാൻഡെന്നാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. കാരണം ബാക്കിൽ പോട്ടുണ്ട്. അപ്പോൾ അതാണ്ട പറഞ്ഞാൽ കറക്റ്റാണ്ടാ ന്യൂ ബസ് സ്റ്റാൻഡ്. ന്യൂ ബസ് സ്റ്റാൻഡ് അതാണ് സംഭവം. അതാണ് ബസ് സ്റ്റാൻഡ് ആക്കിയത്. കാരണം പൊതുവേ ഹിന്ദിക്കാർ എന്തെങ്കിലും പറയുമ്പോൾ പകുതി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒഴുങ്ങും അവർ. അത് അവരുടെ ഒരു സ്ലാങ്ങിൻ്റെ രീതി അങ്ങനെ ആണ്. ഇവിടുത്തെ ചെറിയൊരു മാർക്കറ്റാണ്, ചെറിയൊരു മാർക്കറ്റ്. നമ്മൾ മേജർ മാർക്കറ്റിലേക്ക് ഇനി എത്തിയിട്ട് ഇനി പോകാനുണ്ട്. ഇവിടെ ഒരു ചെറിയ സമരവും കാര്യമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇന്ന് മുഹറം ആയതുകൊണ്ടാണ് ഒരു ഭൂരിഭാഗം ആൾക്കാരും കറുപ്പ് വസ്ത്രം അണിഞ്ഞിട്ടാണ് അവരെ കാണാൻ സാധിക്കുക. അപ്പോൾ അവിടെ മുഹറത്തിൻ്റെ കൊടികളും ബാനറുകളും നമുക്ക് ഇന്ന് ജമ്മു കയറിയ ആ ടൈം മുതൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. അതേപോലെ കറുപ്പ്, മഞ്ഞ, ഇത് രണ്ടെണ്ണം ഏറ്റവും കൂടുതൽ കാണിക്കുക. ഇവർ ഇടുന്ന വസ്ത്രം ഭൂരിഭാഗം കറുപ്പായിരിക്കും. पीछे डाल दो, पीछे डाल दो, नीचे डाल दो, पानी में डाल दो उसको, फेंको ऊपर, ऊपर फेंको. वीडियो ले रहे? नो ഇത് ബ്ലാക്ക്ബെറിയാ മൾബെറിയാ? ബ്ലാക്ക് മൾബെറി അല്ല. ആഹാ അതാ ഇവിടെ മുകളിലോട്ട് അതാ കാണിച്ചത് ബ്ലാക്ക് മൾബെറി അല്ലേ? എങ്ങുണ്ട്? മീട്ടാഹേ ഒന്ന് എനിക്ക് ടേസ്റ്റി. ഗായ്സ് നോക്കിയത് ഇതാണ് നമ്മളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആട്ടത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന നാട്ടിൽ. ജ്യൂസും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പരിപാടിക്ക് കൊടുക്കാനുള്ളതാണ്. മുഹറത്തിൻ്റെ പരിപാടിക്ക് ബന്ധപ്പെട്ട് ഷിയാക്കളുടെ അവിടെ കബാബ്, നമ്മൾ കബാബ് അടിക്കാൻ പോകണം ഇനി. ഇത് ആഷൂറ, മുഹറം ആഷൂറക്കുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ കാണുന്നത്. മൊത്തം കറുപ്പിൽ ഓരോ പള്ളിയാണ് തോന്നുന്നുണ്ട്. അടിപൊളിയാണ് ഇത് കാണാൻ. അപ്പോൾ മറ്റന്നാൾ 19-ന് 20-നായി, ഇന്നല്ല 19-ന് 20-നാണ് ഈ വർഷമുള്ളത്. നമ്മൾ ഫാത്തിമ ചൗക്കിലേക്കാണ് നടക്കുന്നത്. ചെറിയ സുവനീഴ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ നടക്കുകയാണ്. സിന്ധു നദിയുടെ ഒരു എന്താ പറയുക കൈവഴിയാണിത്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ആ നദിയിലേക്ക് പോയി ചേരുക ചെയ്യാം. അത് ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അതെ, അവിടുന്ന് ഇങ്ങോട്ട് അങ്ങനെയാണ് വരുന്നത്. കറക്റ്റ് ശരി ഓർമ്മ ശരിയാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോയി ജോയിൻ ചെയ്യും. അവിടുന്ന് ഫുൾ സ്ട്രെയിറ്റ് ഒഴുക്ക് ഭയങ്കര ശക്തമാണ്. ഇതുപോലെയല്ല, അതായത് പല ഭാഗത്തും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പുഴകൾ വന്ന് യോജിക്കുന്ന സ്ഥലം ഭയങ്കര ശക്തമായ ഒരു ഒഴുക്കാണ് ആ ഭാഗത്തേക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുവഴിയാണ് നമ്മൾ കാർഗിലേക്ക് എൻ്റർ ചെയ്യുന്നത് കേട്ടോ. ആ മലയുടെ ആ ഭാഗത്തു നിന്നാണ് നമ്മൾ കാർഗിലിൽ പ്രവേശിക്കേണ്ടത്. ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ കറങ്ങി 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 നമ്മൾ ഇതിലേക്ക് കൂടി വരും. എന്നിട്ട് ഇതിലേക്ക് കൂടിയാണ് പ്രധാന ടൗണിലേക്ക് നമ്മൾ പോകുന്നത്. ഈച്ച് മേടിക്കാവുന്നതാണ് സുഹൃത്തുക്കളെ. നമ്മൾ എൻ്റെ കയ്യിൽ തന്നു കേട്ടോ. 150 1 किलो का. ഇത് പീച്ച് കിലോക്ക് 150 रुपये. ये 350 ग्राम है ना? ओके, तो 50 रुपीज़. हाँ, वॉलनट को कितना है किलो को? ये 450. 450, 450. हाँ, 450. और बादाम, बादाम यहाँ की है ना ये पूरा? बादाम है 700. 700. ये यहीं से आपका ये कारगिल का है ना? ओके. ये ब्लैकबेरी. ये ब्लैकबेरी है, ड्राइड है. ड्राइड ब्लैकबेरी कितना है? 100 का पैकेट है, 350 पैकेट. इसके कुछ सैंपल है आपके पास टेस्ट करने के लिए? ड्राइड ब्लैकबेरी है 300 रुपया. 350 ग्राम है. केजी होता है ना सर? 1 kg 350 100 रुपीज़. ये किसका ऑयल है? इसी का पीच का ऑयल. हाँ. ये किसके लिए यूज़ करता है? ये दर्द के लिए. दर्द, पेन. पेन कितना रुपये से? वॉल्यूम के लिए लगाता है. कितना रुपये है? ये लीटर होता है सर 18
1800 यानी 1800 हाँ लीटर 1800 1 लीटर का ओके ओके चलो यही दे दो अभी हम ये शाम में ये मार्केट शाम भी चलेगा आज तो थोड़ा बंद होगा ना कल जुलूस से ഓക്കെ इसलिए जल्दी बंद होगा ഓക്കെ ഓക്കെ നമ്മളെ പീച്ച് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ മഗ്രിബായി ബാങ്കെല്ലാം കൊടുത്തു തുടങ്ങി പള്ളിയിൽ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം നടുക്ക് കുരു ഉണ്ടല്ലേ നമുക്കത് ജ്യൂസ് കേട്ടാ അടിപൊളി സാധനം നല്ല ടേസ്റ്റ് ഇത് ഫ്രഷാണ് ഇന്ന് രാവിലെ പറിച്ചാന്ന് പറഞ്ഞാണ് ഇന്ന് രാവിലെ പറിച്ച സാധനമാണ് ഫ്രഷ് സാധനം അടിപൊളി വരുന്ന വഴി കുറേ കാണാം കാർഗിൽ ദ്രാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കണ്ടു തുടങ്ങിയത് ഇതും പിന്നെ നേരത്തെ ചെറിയ കണ്ടിട്ടില്ലേ അതാണ് കുഞ്ഞാപ്പിൾ അതും കാണാൻ സാധിക്കും भैया इसको क्या कहते हैं ये मटन और बीफ चिकन है और ये दोनों चिकन मटन का कबाब है और ये चटनी है ये चटनी है सर मटन का ये सर चिकन का ये चटनी ये रेडी और बारबेक्यू दो लाएगा ओके और ये चटनी क्या होता है ऑनियन क्या है ओनियन प्याज का प्याज और हरी मिर्च और खीरा और मूली ओके 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 ये रोटी के साथ अच्छा है हाँ ओके ओके रोटी के साथ ओके भाई शुक्रिया शुक्रिया ये लाएगा वो बारबेक्यू दो दो ബാർബിക്യൂ देखियो അപ്പോൾ നമ്മളുടെ ലഞ്ചാണ് ഇവിടെ റെഡി ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ 2 ബാർബിക്യൂ കൂടി വരാനുണ്ട് നമ്മുടെ ബാർബിക്യൂ വന്നിട്ടത് മാഷാ അല്ലാ മാഷാ रख लो ऐसे रख लो ओके भैया शुक्रिया शुक्रिया एक रोटी और एक लेके मिलेगा और एक रोटी അപ്പോൾ ഇത് ചിക്കൻ മട്ടൺ ആൻഡ് കബാബ് മട്ടൺ പിന്നെ ചട്നി ഓക്കെ ഇപ്പോൾ ട്രൈ ചെയ്യാൻ പോവാണ് ബിസ്മില്ലാ ഗൈസ് അടിപൊളി കേട്ടോ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല മസാല നല്ല എന്താണ് അത്യാവശ്യം എരിവുണ്ടായിരുന്നു ചട്നി നല്ല എരിവായിരുന്നു പൊള്ളി സാധനമായിരുന്നു ഒന്നും പറയാനില്ല ഈ തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫുഡ് പിന്നെ ഓൾറെഡി കഴിഞ്ഞ് ഒരുപാട് വട്ടം കബാബും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് അതിൻ്റെ റിവ്യൂ തന്നുകൊണ്ട് മാത്രമാണ് ഇവിടുന്നും കൂടി അത് തരാതിരുന്നത് ബേസിക്കലി എല്ലാം സെയിം ആണ് മസാല എല്ലാം മാത്രം വ്യത്യാസം വരുന്നത് പ്രിപ്പറേഷൻ രീതിയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അത് അലി റളിയല്ലാഹു അൻഹുയുടെ മകനാണ് അദ്ദേഹം ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ ഓർമ്മയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ചടങ്ങ് നമ്മുടെ റാത്തീബക്കില്ല അതുപോലത്തെ ഒരു പരിപാടിയാണ് ഷിയാക്കളാണ് മുസ്ലിങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും ഷിയ മുസ്ലിങ്ങൾ റോട്ടിൽ ഇങ്ങനെ രക്തം ഒഴുകി നടക്കുന്നതാണ് പറഞ്ഞത് അത്രമാത്രം ആൾക്കാർ ഒന്നിച്ചിട്ടാണ് ഈ ഒരു ചടങ്ങിന് ഭാഗമാകുന്നതാണ് ഈ ഒരു ദിവസം എല്ലാവരും ഒത്തുകൂടുന്നത് ഒരു സ്പോട്ട് അത് നാളെ മുതൽ നാളെയും മറ്റന്നാളെയുമാണ് അതിൽ പരിപാടി ഉണ്ടാകുന്നത് ഞങ്ങൾ വിചാരിച്ചത് ഇന്നായിരിക്കും എന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അതാണ് ഞങ്ങൾ ഈ ശ്രീനഗറിൽ നിന്നും കാശ്മീരിൽ നിന്നൊക്കെ ഇത്രയും പെട്ടെന്ന് ഓടി കതച്ച് ഇവിടെ എത്താനുള്ള കാരണം അത് ഇന്ന് രാത്രി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അടുത്തത് നാളെ ലേയിലേക്കാണ് പോകുന്നത് ഫോർച്യൂല പാസ് ശ്രീനഗറിൽ നിന്നും ലേയിലേക്കുള്ള ആ ഒരു റൂട്ടിൽ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ് ഫോർച്യൂല പാസ് സെക്കൻഡാണ് സോജില അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദ്രാസ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറയാൻ മറന്നുപോയി ദ്രാസ് എന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇൻഹാബിറ്റബിൾ അത് മനുഷ്യർക്ക് താമസിക്കാവുന്നതിൽ വെച്ചിട്ട് രണ്ടാമത്തെ തണുപ്പുള്ള സ്ഥലമാണ് ആദ്യത്തേത് സെർബിയാണ് റഷ്യയിൽ പ്രവാസി മലയാളികൾക്ക് അതായത് ഗൾഫിലെ മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തൊരു ബ്രാൻഡാണിത് റാണി ജ്യൂസ് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കൊക്കക്കോല ഫാമിലിയുടെ ഭാഗമായി എന്നാണ് അടുത്ത കാലം വരെ ഗൾഫിൽ അത് ഒരു വേറെ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്പനി ആയിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ